സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കാഞ്ഞങ്ങാട് താലൂക്ക് കമ്മിറ്റി സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. ജനുവരി 22-ന് നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായാണ് സായാഹ്ന സദസ്സ് നടത്തിയത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ക്ഷാമബത്ത, ലീവ് സറണ്ടർ, ശമ്പള പരിഷ്കരണം എന്നിവ നടപ്പാക്കുക, കുടിശ്ശികയാക്കിയ ആനുകൂല്യങ്ങൾ തിരികെ നൽകുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, സർക്കാർ വിഹിതത്തോടെ മെഡിസെപ്പ് നടപ്പാക്കുക, പൊതു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, സെക്രട്ടേറിയറ്റ് സർവീസ് സംരക്ഷിക്കുക, സെക്രട്ടേറിയറ്റ് ദ്രോഹഭരണ പരിഷ്കാര ഉത്തരവുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ പണിമുടക്കുന്നത്. 22-ന് നടക്കുന്ന പണിമുടക്കിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി കാഞ്ഞങ്ങാട് താലൂക്ക് കമ്മിറ്റി നടത്തിയ സായാഹ്ന ധർണ DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം KPSCയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോഴും അതിന് തൊട്ട് മുമ്പ് KSRTCയുടെ പരിപാടിയിലും അതിന് തൊട്ട് മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ പരിപാടിയിലും അതിനും തൊട്ട് മുമ്പ് വൈദ്യുതി ജീവനക്കാരുടെ പരിപാടിയിലൊക്കെ പോയപ്പോ ഈ കേരളത്തിലെ എല്ലാ തരത്തിലുമുള്ള അത് പൊതുമേഖലാ സ്ഥാപനങ്ങളായാലും സർക്കാർ മേഖലയിലായാലും അധ്യാപക രംഗത്തായാലും ഒക്കെ എല്ലാ ജീവനക്കാരും അനുഭവിക്കുന്നത് ഒരേ തരം പ്രശ്നങ്ങളാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, ജോലിയെടുത്ത് അവസാനം പിരിഞ്ഞു പോകുമ്പോൾ ഇനിയുള്ള നാളുകൾ എങ്കിലും ഏറ്റവും സമാധാനപൂർവ്വമായി ജീവിക്കാമെന്ന് കരുതി പോകുന്ന ആളുകൾക്ക് പെൻഷൻ പോലും നേരാമണ്ണ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സെറ്റോ താലൂക്ക് ചെയർമാൻ ബ്രിജേഷ് പൈനി അധ്യക്ഷത വഹിച്ചു. KPSTA സംസ്ഥാന സെക്രട്ടറി GK ഗിരീഷ്, സെറ്റോ ജില്ലാ ചെയർമാൻ MK ജയപ്രകാശ്, KGOU സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൊളത്തൂർ നാരായണൻ, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി, ജില്ലാ സെക്രട്ടറി M ശ്രീനിവാസൻ, NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അശോക് കുമാർ, KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ, NGOA കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പ്രസിഡന്റ് K രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സെറ്റോ താലൂക്ക് കൺവീനർ നികേഷ് മാടായി സ്വാഗതവും NGOA തൃക്കരിപ്പൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ബാബുരാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.